നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമിക്രോൺ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ബഹ്റൈനിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ജനുവരി 31 വരെ രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ദേശീയ ടാസ്ക് ഫോഴ്സ് അറിയിക്കുകയുണ്ടായി. കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിനെ പ്രതിരോധിക്കുന്നതിനും രാജ്യത്തുടനീളമുള്ള ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുമാണ് യെല്ലോ ലെവലിലേക്ക് കടക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് ഇതുവരെ ഒരു ഒമിക്രോൺ കേസ് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂവെങ്കിലും മുൻകരുതൽ നടപടിയുടെ ഭാഗമായാണ് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ലഭ്യമാകുന്ന പഠനങ്ങൾ പ്രകാരം നിയന്ത്രണങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മാസം 19 മുതൽ ജനുവരി 31 വരെയുള്ള കാലയളവിൽ മുമ്പ് യെല്ലോ ലെവലിൽ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. മാത്രമല്ല, 2 ഡോസ് കോവിഡ് വാക്സിൻ എടുത്തവർ ബൂസ്റ്റർ ഡോസിന് സമയമായവർ ഉടൻ തന്നെ ഹെൽത്ത് സെന്ററുകളിലേക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. യെല്ലോ ലെവൽ കാലയളവിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർക്ക് ഗ്രീൻ ലെവലിലേതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ബഹ്റൈനിൽ കോവിഡ് ജാഗ്രത പുലർത്തുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും രാജ്യത്തെ നിവാസികളോട് കോവിഡ് പ്രതിരോധ സമിതി ആവശ്യപ്പെടുകയുണ്ടായി. കൂടാതെ വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങളിൽ പോകാം. മാളുകൾ ഒഴികെയുള്ള ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ പോകാനും വീടുകളിൽ 30 പേരിൽ കൂടാതെ സ്വകാര്യ ചടങ്ങുകൾ നടത്താനും സർക്കാർ ഓഫീസുകളിൽ പോകാനും അനുമതി ഉണ്ടാകുന്നതാണ്. വാക്സിൻ എടുത്ത് ഗ്രീൻ ഷീൽഡ് സ്റ്റാറ്റസ് ഉള്ളവർക്കും കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവർക്കും മാത്രമാണ് ഷോപ്പിംഗ് മാളുകൾ, റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഇൻഡോർ സേവനങ്ങൾ, ജിമ്മുകൾ, കായിക ഹാളുകൾ, സ്വിമ്മിംഗ് പൂളുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. 50% മാത്രം ആളുകളെ പ്രവേശിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സിനിമാ തിയേറ്ററുകൾ, കളിസ്ഥലങ്ങൾ, വിനോദ കേന്ദ്രങ്ങൾ, പരിപാടികൾ, കോൺഫറൻസുകൾ എന്നിവിടങ്ങളിലും ഈ വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും പ്രവേശനം ലഭിക്കുക. ഇവർക്ക് ഒപ്പമുള്ള 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം അനുവദിക്കുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.